എടാ അനന്തു, ഇന്നലെ ഞാൻ ഉറങ്ങിയതേ ഇല്ല. ഓ, നിന്റെ മുഖത്ത് ക്ഷീണം കാണുന്നു. കൊണ്ടോ? എന്തുവായിരുന്നു നീ? എടാ, ഇന്നലെ ആണെങ്കിലും ഞങ്ങളുടെ ഗാനമേള ഇല്ലയോ, നേരം വെളുക്കുന്നിടം വരെ പള്ളിയായിരുന്നു. അങ്ങനല്ലടി, പിന്നെ പള്ളിയിലല്ലായിരുന്നോ ഗാനം? പള്ളി ഗാനമേളയായിരുന്നു. കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ ഗാനമേളക്കകത്ത് എന്തോ അമ്പലമായിരുന്നു. നിനക്ക് തെറ്റി. എനിക്കവിടെ തെറ്റി. എടാ എന്തോ നീ ഇപ്പം പറഞ്ഞു തെറ്റിയാ? ഞാൻ തെറ്റിച്ച പോലെ തെറ്റി. ഞങ്ങളുടെ അമ്പലത്തിലെ ഗാനമേളയായിരുന്നു. നല്ല ഗാനമേളയായിരുന്നു അവിടെ. നീ ആരുടെ ഗാനമേളയാന്ന് എന്നോട് ചോദ്യരേ. ആരുടെ ആയിരുന്നടി? യാസൂറ്റിയുടെ. ജാസ് പറ്റിയോ? പക്ഷേ നിനക്ക് തെറ്റി. ജാസി ഗിഫ്റ്റ്. അയ്യോ, എന്തോ പാട്ടാടാ പുള്ളിക്കാരന്. അയ്യോ, അതോ എനിക്ക് ഉറങ്ങാൻ പറ്റാൻ എന്റെ കണ്ണകത്ത് അറിയാനുണ്ടല്ലോ. ഒരു കാര്യം പറയട്ടെ. അയ്യോ, ഞാൻ മലയാളം ഒന്നും എഴുതിയില്ല. പോയി എഴുതി വെക്കാം. നീ നിന്നെ ഇതാ മോട്ടർ ആക്കാത്ത ഞാൻ എളുപ്പം എഴുതേ. പിന്നെ കാണിച്ച് കൊള്ളാം. മതി. സെക്കൻഡ് എഴുതിയില്ല. മലയാളം സെക്കൻഡ് എഴുതിയില്ല. സെക്കൻഡ് എഴുതേ. 2 വര മതി. കറക്റ്റ് എഴുതിയേക്കുന്നത്. എന്നെ മുട്ട എടുക്കരുത്. എന്നെ മുട്ട പൊരിച്ചെടുക്കരുതാ പറഞ്ഞേ. ഞാൻ വീട്ടിൽ അപ്പയോട് ഞാൻ പറഞ്ഞു കൊടുക്കൂല. മുട്ട പൊരിച്ചെടുക്കുക ടീച്ചർ. എന്റെ മുട്ട പൊരിച്ചെടുക്കുന്നു. ഗുഡ് മോർണിംഗ് ടീച്ചർ. മോർണിംഗ് ടീച്ചർ. ടീച്ചർ എന്നെ താമസിച്ചേ. ഓ, ബൈപ്പാസ് ബ്ലോക്ക് ആയിരുന്നടാ. അയ്യോ, അത് വെച്ചോണ്ടിരിക്കരുത്. ഞങ്ങളുടെ പേരപ്പിനെ പോലെ വന്ന 3 സർജറി കഴിഞ്ഞപ്പ. നീ എന്താ പറഞ്ഞോണ്ട് വരുവാടാ? ഞാൻ കാറി വന്നപ്പോ ബൈപ്പാസ് ബ്ലോക്ക് ആയിരുന്നു, അതാ താമസിച്ചത്. റോഡിലോ? പിന്നെ റോഡിലെ കാര്യം പറഞ്ഞല്ല. ടൂറിന് പോയ കുട്ടികളെല്ലാം വന്നപ്പോ ബാക്കിയുള്ള കുട്ടികളൊക്കെ എങ്ങോട്ട് പോയി? ശാസ്ത്രമേളയ്ക്ക് തിരുവല്ലേ പോയി ഇല്ലയോ? ശാസ്ത്രമേളയാണ് തിരുവല്ലയില്. ഞാൻ പോയില്ല. എന്താ വന്നേ? ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളുടെ പപ്പ ഗൾഫിൽ നിന്ന് വന്നപ്പോ ഞാൻ അവിടെ പോയതാ. അമ്മക്ക് പറ്റിയ ഒരു സെലക്ഷനും ഇല്ല അവിടെ. അത് വസ്ത്രമേളയാടാ, ഇത് ശാസ്ത്രമേള. ഈയടാ ടീച്ചറെ, അഖില് പോയിട്ടുണ്ട്. അവൻ പോവും. അവൻ എന്തായാലും പഠിക്കാൻ എടുക്കാനല്ലെങ്കിലുവേ നിങ്ങളുടെ കാര്യത്തിനൊക്കെ അവന് ഭയങ്കര ഇഷ്ടമാണ്. ആദ്യം വിളിക്കാം കേട്ടാ. ആര്യാ? എന്റെ ടീച്ചറിന്റെ ഇരിക്കുന്ന പേനായിരുന്നോ? ക്ലാസ്സിലെ ആര്യ ശാസ്ത്രമേളയ്ക്ക് പോയോ? പോയി. നീതുണ്ടോ? നീര് കൊണ്ടോന്നോ? എനിക്ക് ഇവിടെ ഇവിടെ ഇടിച്ചതാ. മുട്ടിന് ഇവിടെ നീര് കൊണ്ട്. നീരുണ്ടോന്നല്ല ഞാൻ നിന്നെ, നീതു കൊണ്ടോന്ന്. നീതു കൊണ്ടോ? നീതും പോയി ശാസ്ത്രമേള. ആനി മേരി സിസ്റ്റർ വർഗീസ് പ്രസന്റ്. നിന്നോട് എനിക്ക് സ്നേഹവും ബഹുമാനം എല്ലാം ഉണ്ടടി. കഴിഞ്ഞ വട്ടം ഡി എ വന്നപ്പോഴേ ഇത്രയും പേര് കേട്ടപ്പോൾ ഡി വിചാരിച്ചു ഇത്രയും കുട്ടികൾ ഇവിടെ ഉണ്ടെന്നുള്ളത്. സ്നേഹവും ബഹുമാനൊക്കെ എപ്പോഴും നിന്നോടുണ്ട് കേട്ടാ. 25 പേര് വിട്ടുണ്ട് ഇറങ്ങിയേക്ക്. അഞ്ജലി ഉണ്ടോ? അഞ്ജലി ഉണ്ടോന്നോ? അഞ്ജലി ഇല്ലെങ്കിൽ ചിലപ്പോ അത് ആയൂര് കിട്ടും. സാധനം എന്തുവാ? നീ എന്തോ പറഞ്ഞോടാ? അഞ്ജലി ക്ലാസ്സിൽ അഞ്ജലി ഉണ്ടോ? അഞ്ജലിയോ? അഞ്ജലി ഇല്ല. എന്തോ വന്നില്ല. സന്തോഷം ഉണ്ടോ? ഓ, എന്താ സന്തോഷം? നമുക്ക് എന്തോ സന്തോഷമാ ടീച്ചറെ. ക്ലാസ്സിൽ സന്തോഷം എന്തിയേ? ശാസ്ത്രമേളയ്ക്ക് പോയി. ശാസ്ത്രമേളയ്ക്ക് പോയി. അനന്തു ഉണ്ടോ? അതുണ്ടോ? ഞാനാ ഉണ്ട്. അഖിലങ്ങോട്ട് പോയല്ലേ? അങ്ങോട്ട് പോയേക്കുന്നു. നമുക്കൊരു കാര്യം ചെയ്യാം, മലയാളം പഠിക്കാം. ഇന്ന് മലയാളം ആദ്യം. അപ്പൊ ഇന്ന് ടീച്ചർമാർ അങ്ങോട്ട് പോകണം. ഇന്നും ഞാനാണ് 5 വിഷയം എടുക്കാൻ പോകുന്നത്. ഇവിടെ ഇത് തന്നെ പരിപാടി. ഫസ്റ്റ് ചോദ്യം, താമരയുടെ പര്യായ പദം പറയണം. അനന്ത് പറ. താമരയുടെ പര്യായ പദം. താമരയുടെ വെള്ളത്താമര, നീലത്താമര. അത് ടീച്ചർ കണ്ടാന്നല്ലോ സിനിമ. പിന്നെ ലോട്ടസ്. കൈ കാണിച്ചേടാ, കൈ കാണിച്ച്. നേരവും വെളുത്തു അടിയും തുടങ്ങി. നീ പറഞ്ഞേ എന്തോ ടീച്ചറെ? താമരയുടെ പര്യായ പദം. താമരയുടെ പര്യായ പദോ? താമര വെള്ളത്തിലുണ്ടാകുന്നതാണ്. താമര വെള്ളത്തിലുണ്ടാകുന്നതാണ്. കൈ കാണിക്കടി, കൈ കാണിക്ക. അംബുജം കമലം എഴുതി വെച്ചേ. അംബുജം കമലം. അടുത്ത ആനയോടാണേ. തേന്റെ പര്യായ പദം പറഞ്ഞടി. തേൻ. 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 മധു. മധു. സത്യൻ. ശീല. ചെമ്മീൽ ആരൊക്കെ അഭിനയിച്ച് നല്ലടി ആണോടി എന്നോട് ചോദിച്ചേ? ആണോടി? ആണോ? അല്ല. ആനന്ദ് പറ. ഹണി, മണി, കെണി. നിന്റെ കിണി. ഇത് എന്തോ പഠിച്ചോണ്ട് വരുവാണ് ഇതൊക്കെ? സത്യം മതി 2 കൂടെ. എന്തോ കാണിക്കാൻ. ഒരു കാര്യം ചോദിക്കാം, പാട്ട് പഠിച്ചോണ്ട് വരാൻ വന്നിട്ട് പഠിച്ചോണ്ട് വന്നോ? മലയാള പദ്യം പഠിച്ചിട്ടുണ്ട്. പഠിച്ചോണ്ട് വന്നാ? ടീച്ചറെ ആര് ചൊല്ലാനാ? നീ ചൊല്ലു. ഞാനോ? ടീച്ചറെ ആദ്യത്തെ ലൈൻ ഒന്ന് പറയാമോ? ഇത് കുട്ടികളോടൊക്കെ പറയാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. അശോകൻ എന്നായിരുന്നു പേര്. ഞങ്ങളുടെ വീട്ടുകാരും സമ്മതിച്ചില്ല. എവിടെയോ വില്ലേജ് ഓഫീസറായിട്ട് ഇരിക്കുക. ടീച്ചറുടെ ആദ്യത്തെ ലൈനല്ല, അദ്ദേഹത്തിന്റെ ആദ്യത്തെ ലൈനാ. അദ്ദേഹത്തിന്റെ ആണെന്ന് പറഞ്ഞു. സോറി. ഓമന തിങ്കൾ കിടാവോ? അതാണ്. ഓമന തിങ്കൾ കിടാവോ, നല്ല കോമള ശ്യാമള പൂവോ, പൂവിലുറങ്ങും മധുവോ, പായിലുറങ്ങും രഘുവോ. രഘു അല്ലടാ പോയ കിടക്കുന്നത്. നീ പറ. നീ ഇരിക്കരുത്. ഓമന
തിങ്കൾ കിടാവൂ നല്ല താമര താരിളം പൂവോം പൂവിൽ നിറഞ്ഞ മധുവോ പരി. അനന്തുവേ എന്താ ടീച്ചറെ? എന്തോ കാണിക്കുവാ? എന്താ ഉറക്കം വലിച്ചതോ? ഞാൻ പറഞ്ഞ ആ പാട്ട് പാടിപ്പിക്കാൻ അവൾ ഉറങ്ങിപ്പോയി. എന്താ ടീച്ചറെ? അനിതും ടീച്ചറും എന്റെ വീട്ടില്. എന്റെ വീട്ടില? ഇത് ക്ലാസ് റൂമായത്. അയ്യോ അതെ, ഈ പാട്ട് പാടിയായിരുന്നു അമ്മ പണ്ടെന്നെ ഉറക്കിക്കൊണ്ടിരുന്നത്. അപ്പൊ എപ്പൊ ഞാൻ പാടിയാലും ഞാൻ ഉറങ്ങും. അതിന് ഞാൻ പാടരുത് കേട്ടോ, നീ ഉറങ്ങിപ്പോ. നമുക്ക് എന്താ ചെയ്യാം, അത് അടച്ചു വെക്ക്. കെമിസ്ട്രിയുടെ പുസ്തകം എടുത്തേ. കെമിസ്ട്രി രാസനാമത്തെ കുറിച്ച് പഠിക്കുന്ന വിഷയമാണ് ക്രിസ്മസ് ട്രീ. ക്രിസ്മസ് ട്രീ അല്ലടാ, കെമിസ്ട്രി. അതുപോലെ നിനക്കറിയത്തില്ല. നിന്നോടുള്ള ചോദ്യമാണേ. തന്മാത്ര എന്നാൽ എന്ത്? തന്മാത്ര എന്നാൽ എത്രമാത്രമാണോ അത്രമാത്രമാണ് തന്മാത്ര. കൊടുക്കാത്ത എന്നാ കൊടുക്കാത്ത? നീ പറയടാ, തന്മാത്ര എന്നാൽ എന്ത്? തന്മാത്ര എന്നാൽ എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായത്തിൽ നല്ല പടമാണ്. പിന്നെ അത് ലാസ്റ്റിൽ കുറച്ച് കരഞ്ഞേ നമ്മൾ ഇറങ്ങി പോരത്തുള്ളൂ. ടീച്ചർ കണ്ടാണോ പടം? സിനിമയും കണ്ടിട്ട് വന്നിരുന്ന് എന്താണ് കാണണം? അടുത്ത പറയാം. സെല്ലുകൾ ഏതെല്ലാം? ആനി പറ. പൂജപ്പുര സെല്ല്, വിയൂർ സെല്ല്, പിന്നെ തീഹാർ കൈയടിക്കടി. ഇതാണ് സെല്ലുകൾ. ഇതാണ് സെല്ലുകൾ. എഴുതി വെക്കടി. മെർക്കുറി സെല്ല്, ട്രൈ സെല്ല് എഴുതി വെച്ചേ. നീ പറ, രോഗങ്ങൾ ഏതെല്ലാം? രോഗങ്ങളോ? അഞ്ചാപ്പനി, കോളറ, മഞ്ഞപ്പിത്തം. രോഗങ്ങളല്ലടാ, ലോഹങ്ങള്. രോഗങ്ങളോ? രോഗങ്ങൾ അറിയത്തില്ല. നീ പറയടി. നരലോകം, സ്വർഗലോകം, പാതാളലോകം. ഈ ലോഹങ്ങൾ ഏതൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിങ്ക്, അലൂമിനിയം. എഴുതി. സിങ്ക്, അലൂമിനിയം, കോപ്പർ, അയൺ. എടാ ഇതുവേ എന്തോ നിനക്ക് ഭാവിയിൽ എന്താകാനാണ് ആഗ്രഹം? എനിക്ക് പോലീസായ കൊള്ളാമെന്നുണ്ട്. എങ്ങനെയുണ്ടത്? കുഴപ്പമില്ല, നിന്റെ ഇതിൽ നീ പോലീസ് ആവും. നീ ഞാൻ അറിയോ, ചെറിയ ചിലവന്മാരെ ഞാൻ ഇവിടെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. മുന്നോട്ട് നീ വെച്ച് ഇരി. ആനിക്കോടി പോലീസ്. ടീച്ചറെ, എനിക്ക് ഭാവിയിൽ നല്ലൊരു അമ്മയാകാനാണ് ആഗ്രഹം. പഠിച്ചിട്ടോ? പഠിച്ച് നല്ലൊരു അമ്മയാകണം. അമ്മയാകാനാണ് നീ പഠിക്കാൻ വരേണ്ട കാര്യമില്ലല്ലോടി. അയ്യോ, പഠിക്കാതിരുന്നാൽ ഞാൻ എനിക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങളെ എന്തോ എടുത്തിട്ട് വെച്ച് പഠിപ്പിക്കും. എന്റെ മൂത്ത മോനെ ടീച്ചർ വന്ന് ട്യൂഷൻ എടുക്കുമോ? അവനാ പഠിക്കാൻ മോനെ പഠിക്കാൻ മണ്ടനവന്. അവിടെ ഇരുന്നേ. അവൻ നല്ല ട്യൂഷൻ വിടുക അവനെ. നമുക്കത് ഈ കണക്ക് പിടിക്കാം. ഇല്ലാത്ത കണക്ക് കൊണ്ട് വരും. 6ന്റെ പട്ടിക ചൊല്ലിയേ. 1 6 6 2 6 മീനച്ചിലാറ്, പമ്പയാറ്. എന്ത് പടി പറയുന്നേ? 2 6. പക്ഷെ ഇത് വല്ലാത്ത കഷ്ടമാണല്ലോ. ഇതൊക്കെ എങ്ങനെ പഠിപ്പിച്ചു? ടീച്ചറെ, ഒന്നിന്റെ പറയാവോ? അല്ല, പിന്നെ വണ്ടിന് പോണം. പെട്ടെന്ന് പോട്ടുവാ. അയ്യോ, നീ 8ന്റെ പറയാടാ. അവളെ പോയത് നിമിത്തം എന്റെ നെഞ്ചത്തോട്ട് ഒരൊട്ടെ ഇരിക്കട്ടെ. ഒരു 16 ഒരൊട്ടെ 8 16 8 ആരോട് പയറ്റട്ടെ? 80. എനിക്ക് ആരത്? ഹലോ, വനജ ടീച്ചറെ. എന്റെ ചാക്കോ സാറേ, ഞാൻ വസന്ത ടീച്ചറാണ്. ഞാൻ പലവട്ടം ഞാൻ പറഞ്ഞു. അല്ല, വസന്ത രണ്ടിലും വായാണല്ലോ. എന്റെ വാലിരിക്കുന്ന വല്ലതും കേൾക്കും ടീച്ചർ സാറ് കേട്ടാ. വെച്ചിട്ട് പോയൊന്ന്. ടീച്ചർ എന്തൊരു കഷ്ടമെന്ന് പറയുന്നേ. അടുത്ത വിഷയത്തോടെ ബയോളജി വിളിച്ചേ. നീ അത് കേൾക്കാതെ പോയിക്കോ. ബയോളജി പഠിക്കാം. ടീച്ചർ, കയറി. നീ ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങി പോരുത്. ഇല്ല. മലമ്പനിയുടെ ലക്ഷണങ്ങൾ പറയടാ. മലമ്പനിയുടെ ലക്ഷണം? മലമ്പനി മുള്ളൊക്കെ ഉണ്ട് അതിൻ്റെ അകത്ത്. കാട്ടിൽ മാത്രം, മലമ്പ്രദേശങ്ങളിൽ മാത്രം കാണുന്ന ഒരു ജീവിയാണ്. മറ്റു ജീവികളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മുള്ള ഇങ്ങനെ കുടയുകയും ചെയ്യും. അത് മുള്ളംപന്നി. നീ മലമ്പനിയെ കുറിച്ച് അതിനടുത്ത് ഞാൻ ചോദിച്ചു. മലമ്പനി അറിയാമോ? മലമ്പനിയെ കുറിച്ച് അറിയാവോ? അറിയത്തില്ല. മലമ്പനിയുടെ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ ശരീരത്തിന് ഭാരം കുറേ അനുഭവപ്പെടും, ക്ഷീണം കാണും, സ്ഥിരമായിട്ട് ചുമ കാണും. എഴുതി വെക്കത്. കഴുത്തിന്റെ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രന്ഥിയുടെ പേര് പറഞ്ഞ ആനി. തൈറോയ്ഡ് ഗ്രന്ഥി. കമഴ്ത്തോട് ഗ്രന്ഥി. തൈറോയ്ഡ് ഗ്രന്ഥി എഴുതി വെച്ചത്. ആപ്പിളിൽ ഏറ്റവും കൂടുതൽ വിറ്റാമിൻ അടങ്ങിയിരിക്കുന്ന എവിടാ പറഞ്ഞേ? തൊലിക്കല്ലേ? എന്നോടാണോ? അതിന്റെ തൊലിക്കല്ലേ? കറക്റ്റ് ഉത്തരം. ഇരുന്നേ, അവിടെ കേട്ട് പണിയടിയാന്ന് പറയുന്നത് കേട്ടാവൻ. നമുക്ക് അടുത്ത വിഷയം എടുക്കാവേ. ഹിസ്റ്ററി. കേരളത്തിൽ എത്ര ജില്ലകളുണ്ട്? ആരാ ജില്ല? പറ. ഞാനോ? അനന്തു. അനന്തു പറഞ്ഞ ഒരു ജില്ല. ഞാനല്ല പറ.
നീ പറയാനാ പറഞ്ഞത് അവള് 15 15 14 കഴിഞ്ഞ ഒരു ജില്ലയുണ്ട് സാറേ. അതേ ജില്ല? ദുംതനക്കട ജില്ലയല്ലേ? അതൊരു ജില്ലയല്ലേ? എന്തോ ഇല്ല അവിടെ ഒരു പാട്ടും പഠിച്ചോണ്ട് വന്നിരിക്കുക. 3 ജില്ലകളെ പേര് പറഞ്ഞേടി. കൊല്ലത്തില്ല. കൊള്ളത്തില്ലയോ? അല്ല. കൊല്ലം ജില്ല, ആ. പത്തനംതിട്ട ജില്ല, ആ. പിന്നെ എന്തുവാണ്, ആ വോൾട്ടേജ് ഇല്ല. ആർക്ക്? അല്ല, ആർക്ക് വോൾട്ടേജ് ഇല്ല? കോട്ടയം ജില്ല. അയ്യോ 2 കൊള്ളാം. ഇനി എവിടെ? എന്തോ കേരളത്തിൽ എത്ര നദികളുണ്ട് പറയടാ. കേരളത്തിൽ എത്ര നദിയോ? ആ നദി എത്ര നദി? എൻ്റെ നല്ല കേരളത്തിൽ ഇപ്പോൾ ഉള്ള ആർട്ടിസ്റ്റ് എല്ലാം നല്ലതാ. പിന്നെ തമിഴ്നാട്ടിൽ നിന്ന് കുറച്ച് പേര് വന്ന് അഭിനയിച്ചിട്ടാണ്. ആ നടിമാരെ കുറിച്ച് നമുക്ക് അത്ര. എടാ നടിയല്ലടാ, നദികളുണ്ടെന്ന് പറഞ്ഞു കേരളത്ത്. നദിയോ? ആ നദി അറിയത്തില്ല. 44 നദികളുണ്ട്. എഴുതി വെച്ചേ. 44. ആ. കേരളത്തിലെ അടുത്തത് ഈയവും ചെമ്പും ഉരുകിച്ചേർന്ന് നിർമ്മിക്കുന്ന ലോക സങ്കരം ഏത്? അറിയത്തില്ല. അറിയത്തില്ല. അറിയത്തില്ല? ഓട്. അറിയത്തില്ല. ഓട്. അവിടെ കയറി പോരാണ്ടാണ് അവിടെ. പിന്നെ എന്തുവാ ടീച്ചറെ? അറിയത്തില്ലെങ്കിൽ ഓട്. ഓടുന്ന് പറഞ്ഞ വെങ്കല എഴുതി വെക്കത്. ഓട് കേൾക്കാൻ വേണ്ടി ഇറങ്ങിയോടെ. ഒരു രക്ഷയില്ല 2 കൊണ്ട്. നിങ്ങൾ എന്തുപോലും പഠിക്കാൻ എന്തുപോലും പുറമോട്ടാ. ശാസ്ത്രമേളയ്ക്ക് പോയിട്ടും ഇല്ല. വേറെ വല്ലതും കഴിവുണ്ടോ? യൂത്ത് ഫെസ്റ്റിവൽ അടുത്ത മാസം വരുന്നു, ചേർന്നിട്ടുണ്ടോ? ടീച്ചറെ ഒരു കാര്യം ചോദിക്കട്ടെ, ഒരു സംശയം. യൂത്ത് ഫെസ്റ്റിവലിനെ നമ്മൾ ജനറൽ കോളേജിൽ ചേരാൻ പറ്റുമോ? ഈ ചോദ്യ ഉത്തരങ്ങൾ ജനറൽ കോളേജോ? നിനക്ക് അറിയാവുന്ന വിഷയത്തിൽ കയറി പിടിയിടി. നീ അറിയാവുന്ന വിഷയത്തിൽ നീ ഇതിനകത്ത് ചേർന്നായിരുന്നു. ഉപന്യാസ മത്സരത്തിനകത്ത് ചേർന്നോ? ഉപന്യാസത്തിന് ഞാൻ പേര് കൊടുത്തിട്ടുണ്ട്. പ്രപഞ്ചത്തെ കുറിച്ച് പറഞ്ഞേ. ഇവിടെ വന്ന് എന്ന് പറയടി. നമസ്കാരം. മാന്യ സദസ്യന് എന്റെ കൂപ്പുകൈ. എനിക്കിവിടെ എന്നിൽ നിക്ഷിപ്തമായ വിഷയം പ്രപഞ്ചമാണ്. പ്രപഞ്ചമാണല്ലോ നമ്മളെല്ലാവരും ഉണ്ടാകുന്നത്. പ്രപഞ്ചത്തിലാണ് എല്ലാ സത്യവും. പ്രപഞ്ചമാണ് സത്യം. പ്രപഞ്ചത്തിൽ നാം ഉണ്ടാകുന്നു, ജനിക്കുന്നു, എല്ലാം. ഈ പറഞ്ഞ ടീച്ചർ ഉൾപ്പെടെ പ്രപഞ്ചത്തിലാണ്. പ്രപഞ്ചത്തിലാണ്. ഇതോടുകൂടി എന്റെ വാക്കുകൾ ഉപസംസ്കരിക്കുന്നു. പ്രപഞ്ചം പഠിക്കുന്നു. വല്ലാത്ത കഷ്ടം തന്നെ അടിക്കുന്നു. നിനക്ക് എന്തെങ്കിലും കഴിവുണ്ടോടാ? എനിക്ക് മെമിക്രി പറയുവോ? ഏതാ കാണിക്കുന്നേ? മാന്യ സദസ്സിനെ നമസ്കാരം. അതൊന്നും വേണ്ട, നീ കാണിയേര്. ആദ്യമായി ഞാനിവിടെ അവതരിപ്പിക്കുന്നത് ട്രെയിൻ പോന്ന്. ഒന്ന് കാണിച്ചേ. അതേത് ട്രെയിനാടാ അത്? വന്ദേ ഭാരതാ പോയെ. പറഞ്ഞിട്ട് കാര്യമില്ല. അടുത്ത എന്താ കഴിവുണ്ടോ അത് പറ. അടുത്തത് കുയില്. ഒരു കാടിനുള്ളിൽ കുയില് കൂട്ടി മുട്ടയിട്ടിരിക്കുന്നു. ഒരു വേടൻ അതിലെ തോക്കും കൊണ്ട് വന്നിരിക്കുന്നു. അപ്പൊ ഉണ്ടാകുന്ന കുയിലിനുണ്ടാകുന്ന ഒരു അവസ്ഥ. വീടുകളും ഉണ്ടായിരിക്കുന്നേ. വേടനടുത്തേക്ക് മിന്റെ വെടിവെക്കില്ലയോ? എന്താണ് ഇത് കാണിക്കുന്നേ? വേറെ വല്ല ഐറ്റം ഉണ്ടോ എന്റെ കയ്യില്? വേറെ ഉണ്ട്. മറ്റേ പറഞ്ഞിട്ടടി ഇറച്ചിക്കോഴിയുടെ അറിയാം. ഒന്ന് കാണിച്ചത്. ചീച്ചങ്ങ് മാർക്കേ. ഇതെന്തുവാ? കഴുത്ത് കടിച്ച ആ പാട്ടയിൽ ഇട്ടതാ. വല്ലാത്ത മെനക്കെടാ നിന്നെ കൊണ്ടൊക്കെ. നിനക്ക് വേറെ എന്താ കഴിവുണ്ട്? സമൂഹഗാനത്തിന് ഞങ്ങൾ 2 പേരും പേര് രണ്ടും ഒരുമിച്ചാ പാടുന്നത്. നീ അതെങ്കിലും ഞാനൊന്ന് കാണട്ടെ. വാ. മാന്യ സദസ്സിന് അത് വേണ്ടത്. അത് വേണ്ട. ഞാൻ പറയുന്ന പോലെ ഫസ്റ്റ് സെക്കൻഡ് പറഞ്ഞു. ആദ്യം 1 2 3 4 കിളികളെ വേടം കുരുക്കും കഥയ്ക്ക് ഉത്തരം ചേരുവാൻ കൂടാമോ? കഴിഞ്ഞോ? ഇത് വീട്ടിനാങ്കൊള്ളി സിനിമയ്ക്കത്തുള്ള പാട്ടാ. കേറിയകത്ത് വേറെന്താ കഴിവുണ്ട്? നൃത്തം ഉണ്ടോന്ന്? നാടോടി നൃത്തം. നിന്റെ നൃത്തത്തിന് പേര് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ കുറവും കൂടെ ഉള്ളു. വാ അതിനോടെ കളി. ടീച്ചർ അവിടെ ക്ലാസ്സിൽ പോയി. എങ്ങനെ പോകാൻ നോക്കി ഇരിക്കുവായിരുന്നു അവള്. ഇവിടെ ക്ലാസ് കെട്ടിട്ട് പോകാൻ നോക്കും. ഇങ്ങാർക്കിത് എന്താത്തിന്റെ കേടാ? എനിക്ക് അറിയാൻ വയ്യാത്തന്റെ ചോദിക്കുക. എനിക്ക് തോന്നിയത് എന്തോന്നറിയാമോ? പുള്ളിക്കാരനെ നമ്പർ തെറ്റിയൊന്നും വിളിക്കുവല്ലോ, ഇത് മനഃപൂർവ്വം വിളിക്കുക. ആരാ ടീച്ചറെ? ചാക്കോ സാറേ. ചാക്കോ സാർ നമ്പർ തെറ്റി വിളിക്കുന്നതല്ല. പിന്നെ നമ്പറായി.